വാക്കുകൾക്കപ്പുറത്തേക്ക് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന പദ്ധതികൾ ഏത് രീതിയിൽ നടപ്പാക്കുന്നു, അതിന് തടസ്സങ്ങളുണ്ടോ, എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടോ എന്ന് മേഖല തിരിച്ച് പരിശോധിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ നമുക്ക് മറ്റൊരു സർക്കാരിൻ്റെ കാലത്തും അത്തരത്തിലുള്ള ഇടപെടലുകൾ കാണാൻ കഴിഞ്ഞിരുന്നില്ല എന്ന് എടുത്തു പറയേണ്ടി വരും. അതായത് തടസ്സങ്ങളില്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ആർജവം പരിശോധന നടത്തുന്നു എന്നതൊരു വലിയ മാതൃക തന്നെയാണ്. അതോടൊപ്പം ഇന്നത്തെ ദിവസം എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് 30,000 മനുഷ്യർക്ക് ഇന്ന് പട്ടയങ്ങൾ വിതരണം ചെയ്യുകയാണ്. സംസ്ഥാന സർക്കാരിൻ്റെ പട്ടയമേള കൂടി ഇന്ന് പാലക്കാട് നടക്കുന്നുണ്ട്. അതായത് 30,000 മനുഷ്യർ ഭൂമിയുടെ അവകാശികളാവുകയാണ് രേഖകളോടെ. അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സർക്കാരിൻ്റെ ഏറ്റവും വലിയൊരു സ്ലോഗനാണല്ലോ എല്ലാവർക്കും വീട്, എല്ലാവർക്കും ഭൂമി, ആ ഭൂമിക്ക് രേഖ എന്ന് പറയുന്നത്. മനു, അതുതന്നെയാണ്. കാരണം 9ാം വർഷം പൂർത്തിയായി 10ാം വർഷത്തിലേക്ക് പിണറായി വിജയൻ്റെ തുടർഭരണം ലഭിച്ചതിന് ശേഷം ഇപ്പോൾ ഇടതുഭരണം കേരളത്തിൽ മുന്നോട്ട് പോവുകയാണ്. ഇതിൻ്റെ ഭാഗമായി 4 ലക്ഷത്തിലധികം പട്ടയങ്ങളാണ് നിലവിൽ വിതരണം ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ 4ാം വാർഷികത്തോടനുബന്ധിച്ച് 30,000-ഓളം പട്ടയങ്ങളാണ് സംസ്ഥാന തലത്തിൽ വിതരണം ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിൽ 9,000-ഓളം പട്ടയങ്ങൾ പാലക്കാട് ജില്ലയിൽ തന്നെയാണ് വിതരണം ചെയ്യുന്നത് എന്ന പ്രത്യേകതയുമുണ്ട്. ഇന്ന് വൈകിട്ട് 4:30 കോട്ട മൈതാനത്താണ് സംസ്ഥാനതല പട്ടയമേള വിതരണത്തിൻ്റെ ഉദ്ഘാടനം നടക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. അതേപോലെ തന്നെ മന്ത്രിമാരായ MP രാജേഷ്, K രാജൻ അടക്കമുള്ള K കൃഷ്ണൻകുട്ടി അടക്കമുള്ള മന്ത്രിമാരും ഈ പട്ടയമേള സംസ്ഥാനതല ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. മനു പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും അടിസ്ഥാനവർഗമായ ജനങ്ങൾക്ക് ആവശ്യമുള്ള പാർപ്പിടം, അതേപോലെ തന്നെ സ്ഥലമടക്കം കൃത്യമായ രീതിയിൽ ഒരുക്കിക്കൊണ്ടാണ് LDF സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മനു.